പലരും പറഞ്ഞു മോഹൻലാലിന്റെ സമയം കഴിഞ്ഞു എന്നുവെച്ചാൽ ഇനി അച്ഛനായും ചേട്ടനായും അഭിനയിക്കാൻ തയ്യാറായാൽ മാത്രമാണ് അദ്ദേഹത്തിന് കഞ്ഞി കുടിക്കാൻ സാധിക്കൂ എന്നും അത് ശരിയല്ല എന്നും മോഹൻലാൽ തെളിയിച്ച വർഷമായിരുന്നു 2016. കഴിഞ്ഞ വർഷം ഇന്ത്യൻ സിനിമയുടെ കണക്ക് പരിശോധിച്ചാൽ ആരും ഞെട്ടിപ്പോകും. അമീർ ഖാനും അക്ഷയ് കുമാറും സൽമാൻ ഖാനും രജനികാന്തും കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടത് മോഹൻലാൽ സിനിമകളാണ്. മോഹൻലാൽ നായകനായ സിനിമകൾ നടത്തിയത് 400 കോടിയോളം രൂപയുടെ കച്ചവടമാണ്. മാധ്യമങ്ങൾ പൊങ്കാലയിടാൻ നോക്കി. എന്നിട്ട് മോഹൻലാൽ ദക്ഷിണേന്ത്യൻ സിനിമയുടെ കച്ചവടത്തിൽ ഇതുവരെ കാണാത്ത പല അതിരുകളും കടന്ന് യാത്ര തുടരുകയാണ്. കഴിഞ്ഞ വർഷം മോഹൻലാലിന്റെ 4 സിനിമകളാണ് റിലീസ് ചെയ്തത്. തെലുങ്ക് സിനിമകളായ വിസ്മയം, ജനതാ ഗാരേജ്, മലയാള സിനിമകളായ ഒപ്പം, പുലിമുരുകൻ എന്നിവയാണ് അവ. ഇവ 4 കൂട്ടി നേടിയതാണ് 400 കോടി രൂപയുടെ കച്ചവടം നടത്തിയ ലാലിന് കിട്ടിയ പ്രതിഫലം. അനൌദ്യോഗിക കണക്കനുസരിച്ച് 8 കോടി രൂപയ്ക്ക് താഴെയാണ്. വിസ്മയം തെലുങ്കിലെ ശരാശരി കളക്ഷനാണ് നേടിയത്. എന്നാൽ ജനതാ ഗാരേജ് തെലുങ്ക് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനുകളിൽ ഒന്നുമായാണ് കടന്നുപോയത്. ആദ്യ ദിവസം ജനതാ ഗാരേജ് നേടിയ മൊത്തം കളക്ഷൻ 41 കോടി രൂപയാണ്. 140 കോടി രൂപയാണ് ഇതുവരെ ലോകവ്യാപകമായി ജനതാ ഗാരേജ് നേടിയ കളക്ഷൻ. പുലിമുരുകൻ ആദ്യ ദിവസം നേടിയത് 4.5 കോടി രൂപയുടെ കളക്ഷനാണ്. പിന്നീട് ഇതുവരെ പുലിമുരുകൻ നേടിയിരിക്കുന്നത് 163 കോടി രൂപയുടെ കളക്ഷനും. 150 മുതൽ 175 തിയേറ്ററുകളിൽ മാത്രം പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന മലയാള സിനിമയിലെ നായകനായ മോഹൻലാൽ 2500 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ഹിന്ദി സിനിമയുടെ നായകന്മാരോടാണ് ഏറ്റുമുട്ടുന്നത്. ഹിന്ദി സിനിമ മുംബൈ നഗരത്തിൽ മാത്രം 300-ലേറെ തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യാറുള്ളത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.